മക്കളെ, വെൽക്കം ബാക്ക് ടു എജിപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ദിസ് ഇസ് മീ വർണിത, യുവർ ഫേവറേറ്റ് ഇംഗ്ലീഷ് ടീച്ചർ. സോ നമ്മുടെ +1 ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ലെസൺ ആണ് ഐ വിൽ ഫ്ലൈ അല്ലേ. നമ്മുടെ ഫോമർ ഓണറബിൾ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിലെ യങ്സ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഇന്ത്യയിലെ യൂത്തിന് ഒരുപാട് സ്വപ്നം കാണാൻ പഠിപ്പിച്ച് വലിയ വലിയ സ്വപ്നങ്ങൾ കാണണമെന്ന് അല്ലെ പറഞ്ഞു തന്ന് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. സോ അദ്ദേഹത്തിന്റെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്പീച്ച് തന്നെയാണ് ഈ ഒരു ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ഒരു ലെസൺ കേട്ടോ. അപ്പം ഈ ഒരു ലെസന്റെ ഏറ്റവും ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് നമ്മളെല്ലാവരും യുണീക്കാണ് അല്ലെ, നമ്മളെല്ലാവരും ഭയങ്കര സ്പെഷ്യൽ ആണ്, എല്ലാവരും ഭയങ്കര യുണീക്കാണ്, നമ്മൾ അത് തിരിച്ചറിയണമെന്നും നമ്മളുടെ ഗോളുകളിലേക്ക് നമ്മൾ അല്ലെ ഐ വിൽ ഫ്ലൈ എന്നുള്ള ആ ഒരു സ്പിരിറ്റോടെ നമ്മൾ പാറി പറക്കണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഈ ഒരു സ്പീച്ചിലൂടെ നമ്മളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലെ. യെസ്, അപ്പം ഒരു വളരെ ചുരുക്കത്തിൽ പറയുമ്പം അത്രയേ ഉള്ളൂ ആ ഒരു സ്പീച്ച്. പക്ഷെ നമുക്കത് മാത്രം പോരല്ലോ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടി ഡിസ്കസ് ചെയ്യാനായിട്ട്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ മിസ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമന്റ്സ് പറയുകയും ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ കൂടുതൽ എങ്ങനെയുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് അത് ഉറപ്പായിട്ട് കമന്റ് ചെയ്യുകയും കൂടെ ചെയ്യണം. So the speech opens with a few lines അല്ലെ. ഒരു പാട്ടിൽ അല്ലെങ്കിൽ ഒരു കവിതയിലെ കുറച്ച് ലൈൻസ് വെച്ചാണ് അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ്? യെസ്, ഡോക്ടർ കലാം ബിഗിൻസ് with the inspiring lines of a song, when you wish upon a star it makes no difference who you are അല്ലെ. നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം, നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ വേണം അല്ലെ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ആരായിരുന്നാലും എന്ത് സാഹചര്യത്തിലായിരുന്നാലും നമ്മൾ വലിയ രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. This introduces the idea that dreams are achievable for anyone റിഗാർഡ്ലെസ് ഓഫ് ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ചുറ്റുവട്ടങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും എന്തോ ആയിക്കോട്ടെ, പക്ഷേ എന്താണ്, അതൊന്നും നമ്മുടെ സ്വപ്നങ്ങളെ അല്ലെ പിടിച്ചു നിർത്താൻ പാടില്ല. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമ്മൾ പിടിച്ചു നിർത്തതല്ലേ. യു ഹാവ് ടു ഡ്രീം അല്ലെ ബിഗ്, വലിയ രീതിയിൽ ഡ്രീം ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ദെൻ എന്താണ് അദ്ദേഹത്തിന് യൂത്തിനോടുള്ള ഒരു മെസ്സേജ് എന്താണ് പറയുന്നത്? ഹി സേസ് ദാറ്റ് ഹി ഹാസ് നോ ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ അല്ലെ. ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പുള്ളിക്ക് എന്താ പറയാ ഒരു പേടിയും ഇല്ല. കാരണം എന്താണ്, ഇന്ത്യയുടെ ഫ്യൂച്ചർ അല്ലെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന്റെ കയ്യിൽ ഭദ്രമാണെന്നാണ് പറയുന്നത് അല്ലെ. ഓരോ കാലത്തും ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അതിന് ആരാണ് ഷേപ്പ് ചെയ്യുന്നത്? അവിടുത്തെ യങ്സ്റ്റേഴ്സ് ആണ്, അവിടുത്തെ യൂത്ത് ആണ്. സോ അവിടുത്തെ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ യൂത്തിന് ആ ഒരു ഫയർ ഉണ്ടെന്നാണെങ്കിൽ അതെന്നെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഇന്ത്യനെ മുന്നോട്ട് നടത്തുന്നതാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. യെസ്, സോ ഹി എൻകറേജസ് ദ യൂത്ത് നോട്ട് ടു ഫിയർ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു കാരണവശാലും ആലോചിച്ച് പേടിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഹി ബിലീവ്സ് ദാറ്റ് ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഇസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ എർത്ത് അല്ലെ. ഭൂമിയുടെ മേലെയും ഭൂമിക്ക് മുകളിലും ഭൂമിക്ക് താഴെയും വെച്ചിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സ്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് അല്ലെ. ആ കത്തി ജ്വലിക്കുന്ന യങ്സ്റ്റേഴ്സിന്റെ മനസ്സാണ് അല്ല, ആ ഒരു വിൽ പവർ ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദെൻ നമ്മുടെ സ്പീച്ചിന്റെ ഒരു തീം എന്താണ്? ദ ടോപ്പിക് ഓഫ് ഹിസ് അഡ്രസ് ഇസ് ഐ ആം ബോൺ വിത്ത് വിങ്സ് അല്ലെ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ടല്ലോ എന്താണ്, ഞാൻ എന്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്? ഐ ആം ബോൺ വിത്ത് വിങ്സ് അല്ലെ. ഞാൻ ചിറകുകളുമായിട്ടാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ചിറകുണ്ടെന്നാണോ? അല്ല. പക്ഷെ എന്താണ്, യെസ്, നമുക്ക് നമ്മുടെ ഒരു എയിമിലേക്ക് പാറി പറക്കാനുള്ള ആ ഒരു വിൽ പവർ നമുക്ക് ഉണ്ടെന്നാണെങ്കിൽ എന്തും ചെയ്യാനായിട്ട് എവിടെയും എത്തിപ്പെടാനായിട്ട് നമുക്ക് പറ്റുമെന്നുള്ളതാണ് അല്ലെ. യെസ്, ഫോക്കസിങ് ഓൺ സെൽഫ് ബിലീഫ് ആൻഡ് കോൺഫിഡൻസ്. സോ ഈ ഒരു സ്പീച്ചിലൂടെ എന്ത് ബൂസ്റ്റ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്? സെൽഫ് ബിലീഫ് അല്ലെ, അവനവനിലുള്ള ഒരു വിശ്വാസവും ആൻഡ് കോൺഫിഡൻസ് അല്ലെ, ഇത് രണ്ടും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ ഒരു ശാസ്ത്രയാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് പോയിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. ഇവിടെ തൊട്ടിട്ടാണ് അതിന് ആ ഒരു ചെറിയ സ്റ്റോറി ലൈനിലേക്ക് വരുന്നില്ല, ഒരു സ്പീച്ചിന് മാറിയിട്ട് ഒരു കഥ പോലെ പറയുന്നത്. അദ്ദേഹം പറയാണ് ശാസ്ത്രയാൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്ത് അവിടുത്തെ ആ ഒരു ക്രൗഡിനെ അഡ്രസ് ചെയ്യാൻ അവരെ അഭിസംബോധന ചെയ്യാനായിട്ട് അവരുടെ ഒരു സ്പീച്ച് പറയാനായിട്ട് അദ്ദേഹം പോയി. സോ ഡോക്ടർ കലാം recalls inaugurating a science program named Shastrayan in a village. It aimed to prepare 2000 students to become professionals and in turn empower their families അല്ലെ. അപ്പം 2000-ഓളം കുട്ടികളെ അല്ലെ അവിടെ അഡ്രസ് ചെയ്യുക. അവിടെ എന്താണ്, ആ കുട്ടികളെല്ലാവരും എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും അല്ലെ, അല്ലെങ്കിൽ അതുപോലുള്ള വലിയ വലിയ പ്രൊഫഷണൽസും അല്ലെ, സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ പ്രൊഫഷണൽസ് ആക്കി എടുക്കുക. അതിലൂടെ എംപവറിംഗ് ദെയർ ഫാമിലീസ് അല്ലെ. ഒരു കുടുംബത്തില് ഒരാൾക്ക് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ എന്താ ഉണ്ടാവുന്നത്? ആ കുടുംബത്തിന്റെ ഒരു മുഖച്ഛായ തന്നെ മാറില്ല ചെയ്യുന്നത് അല്ലെ. നമുക്കൊക്കെ തന്നെ നമ്മുടെ ഡ്രീം തന്നെ എന്തെങ്കിലടാ അല്ലെ, നമ്മുടെ ഒരു ഫാമിലിയിൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫാമിലിന്റെ മൊത്തത്തിലുള്ളൊരു
ഒരു ഔട്ട്ലുക്ക് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോഗ്രാം അവിടെ നടത്തുന്നത് കേട്ടോ. ഹി അഡ്രസ്ഡ് 5,000 സ്റ്റുഡൻസ് ആൻഡ് ദെയർ ഫാമിലീസ് ഓൺ സയൻസ് എംപവേഴ്സ് ദ നേഷൻ. ഓക്കെ, അപ്പൊ സയൻസ് എംപവേഴ്സ് ദ നേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ അദ്ദേഹം അവിടെ 2,000 ആയിരുന്നു എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ 5,000 ആൾക്കാരെ അഡ്രസ്സ് ചെയ്യാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ഇരിക്കുമ്പം ഒരുപാട് പേരോട് അല്ലെ ആ ഒരു അദ്ദേഹത്തിന്റെ സ്പീച്ചിന് ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളൊരു ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വന്നു. ആ സമയത്ത് കുറച്ച് കുട്ടികളെ എഴുന്നേറ്റൊന്നുമില്ല, അതിനകത്ത് വളരെ ഫ്യൂ അല്ലെ വളരെ കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തു. ആ സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ എഴുന്നേറ്റ് നിന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. സോ അതിനകത്ത് ഒരു ബോയ് അല്ലെ ഹി റിമെമ്പേഴ്സ് ദ ക്വസ്റ്റ്യൻ ഓഫ് എ പെർട്ടിക്കുലർ ബോയ്. ഏതോ ഒരു പ്രത്യേക കുട്ടിയുടെ ക്വസ്റ്റ്യൻ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഓർത്തു വെക്കുകയാണ്. എ ഷൈ ടീനേജ് ബോയ് ഫ്രം എ റിമോട്ട് വില്ലേജ് ആസ്ക്ഡ് എ ഹാർട്ട് ഫെൽ ക്വസ്റ്റ്യൻ. അല്ലെ ഒരു വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു ആൺകുട്ടി അല്ലെ പേടിച്ച് വിറച്ചുകൊണ്ട് ആ ഒരു കുട്ടി ഒരു കാര്യം ചോദിക്കുകയാണ്. അല്ലെ അവൻ പറയാണ്, എനിക്ക് ഞാൻ ഇതുവരെ ആരോടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല, ഐ ഡോണ്ട് നോ വാട്ട് ടു ആസ്ക്. എന്താണ് എനിക്ക് ചോദിക്കേണ്ടതെന്ന് അറിയില്ല, ഞാൻ ഇതുവരെ ആരോടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, ടീച്ചേഴ്സിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ ബാക്കിയുള്ള അടുത്തൊക്കെയും എനിക്ക് സംസാരിക്കാൻ ഭയങ്കരമായിട്ടും പേടിയാണ്, അല്ലെ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്നില്ലേ. ഹി അഡ്മിറ്റഡ് ലാക്കിംഗ് കോൺഫിഡൻസ് ആൻഡ് ഫീലിംഗ് ഇൻഫീരിയർ കമ്പയർഡ് ടു അതേഴ്സ്. മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ താഴ്ന്നവനാണ്, ഞാൻ ഭയങ്കര ഇൻഫീരിയർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെക്കാളും താഴെയുള്ള ഒരാളാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് ആ കുട്ടി പറയാണ്. ഡിസ്പൈറ്റ് ഹിസ് ഫിയർ ഹി ഹാഡ് എ സ്ട്രോങ് ഡ്രീം. ഇത്രയൊക്കെ ഭയങ്ങൾ ഉണ്ടെന്നാണെങ്കിലും അവന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവന്റെ സ്വപ്നം എന്താണ്? ടു ബിക്കം എ മെറൈൻ എഞ്ചിനീയർ. അല്ലെ ഒരു മെറൈൻ എഞ്ചിനീയർ ആവണം, അല്ലെ എന്നിട്ട് ഷിപ്പിലൊക്കെ കയറണം, അല്ലെ ഷിപ്പിൽ കയറണം, അല്ലെ ആ ഷിപ്പിന്റെ ജോലികളൊക്കെ ചെയ്യണം, ഷിപ്പ് ഡിസൈൻ ചെയ്യണം, ഇതൊക്കെയായിരുന്നു അവന്റെ ആഗ്രഹം. അല്ലെ മെറൈൻ എഞ്ചിനീയർ, ട്രാവൽ ഓൺ ഷിപ്സ് ആൻഡ് ബിൽഡ് എഞ്ചിൻസ്. സോ ഇത്രയും വലിയ ഡ്രീമാണ് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതിരുന്ന ആ ഒരു കുട്ടിക്ക് ഉണ്ടായിരുന്നത്. അല്ലെ ഹി ആസ്ക്ഡ്, ക്യാൻ ഐ അച്ചീവ് ദിസ് മിഷൻ, വാട്ട് ഷുഡ് ഐ ഡു? ഈ ഒരു ആഗ്രഹത്തിലേക്ക് എനിക്ക് എത്താൻ സാധിക്കുമോ? വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആ ഒരു കുട്ടി ചോദിക്കുകയാണ്. യെസ്, അപ്പോ ഡോക്ടർ കലാം പറയാണല്ലേ, ദാറ്റ് വാസ് വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് അല്ലെ ദാറ്റ് ഐ ഹാവ് ever faced. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെ എന്ത് പറയണം എന്നറിയാതെ പോയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. he said the question was one of the most difficult and sincere he had ever received. അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും ഏറ്റവും സിൻസിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നായിരുന്നു അത്. It reflected the fears of many Indian youth. അത് ആ ഒരൊറ്റ കുട്ടിയുടെ ഭയം മാത്രമായിരുന്നില്ല, നമ്മുടെ ഇന്ത്യൻ യൂത്തിലെ ഒരുപാട് ഇന്ത്യയിലെ യങ്സ്റ്റേഴ്സിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം എന്ത് പറയാണ്, ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ആ ഒരു പോമിലെ കുറച്ച് വരികൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലെ ഡോക്ടർ കലാം റെസ്പോണ്ടഡ് ബൈ റിസൈറ്റിംഗ് എ പോയം. ഐ എം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, ഐ എം ബോൺ വിത്ത് വിങ്സ്, ഐ വിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ. അല്ലെ ഐ എം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, അല്ലെ ഒരുപാട് കഴിവുകളോടെ ഒരുപാട് ശക്തികളോടെയാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. ഐ എം ബോൺ വിത്ത് വിങ്സ്, എനിക്ക് ചിറകുകളുണ്ട്. ഐ വിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ, അല്ലെ ഞാൻ ഉയരത്തിൽ പറക്കും എന്നുള്ള ആ ഒരു കുറച്ച് വരി ആ ഒരു പോയമിന്റെ ഒരു 4 വരിയാണ് അദ്ദേഹം അങ്ങോട്ട് റിപ്ലൈ ആയിട്ട് കൊടുക്കുന്നത്. ദ പോയം എൻകറേജസ് യു ടു ബിലീവ് ഇൻ ദിയർ ഇന്നർ സ്ട്രെങ്ത് ആൻഡ് പൊട്ടൻഷ്യൽ. സോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? യങ്സ്റ്റേഴ്സിന് അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥമായിട്ടുള്ള പൊട്ടൻഷ്യൽ അല്ലെ അവരുടെ ഉള്ള കഴിവ് അവരുടെ ഉള്ള ഫയർ അത് സ്വന്തം തിരിച്ചറിയാൻ വേണ്ടിയിട്ടും നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങൾ തൊട്ട മുന്നതല്ലേ നമ്മുടെ ആ ഒരു യങ് സീഗിളിന്റെ സ്റ്റോറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്താണ് നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല, വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ആ ഒരു 4 വരിയിലൂടെ APJ അബ്ദുൽ കലാം അവിടെ പറഞ്ഞു വെക്കുന്നത്. അല്ലെ സോ ദ സ്ട്രഗിൾ ടു ബി യുണീക്ക്, അല്ലെ നമുക്ക് നമ്മുടെ എല്ലാ പിന്നെ അബ്ദുൽ കലാം എന്താ പറയുന്നത്, എല്ലായിടത്തും കമ്പാരിസൺസ് ആണ്. അല്ലെ നമ്മളെ എന്ത് ചെയ്യാണ്, നമ്മുടെ നെയ്ബേഴ്സ് നെയ്ബർ കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുന്നു. ടീച്ചേഴ്സ് പറയാണ് ഈ ക്ലാസ്സിൽ ഇത്രയും വലിയ റാങ്ക് കിട്ടുന്ന കുട്ടികളല്ലേ, അങ്ങനെ ആയിട്ട് മാറും, അങ്ങനെ കമ്പാരിസൺസ് വരുന്നുണ്ട്. സോ ദർ ഇസ് നോ നീഡ് ഓഫ് എനി കമ്പാരിസൺ, യു ആർ യുണീക്ക്, നിങ്ങൾ യുണീക്ക് ആണെന്ന് പറയാൻ. അല്ലെ ഡോക്ടർ കലാം ഹൈലൈറ്റ്സ് ദാറ്റ് സൊസൈറ്റി ട്രൈസ് ടു മേക്ക് യങ് പീപ്പിൾ ലൈക്ക് എവ്രി വൺ എൽസ്. മറ്റുള്ളവരെ പോലെ ആകൂ, നീ അവനെ പോലെ ആകും, നീ ഇവളെ പോലെ ആകുന്ന മാറ്റാനാണ് സൊസൈറ്റി ശ്രമിക്കുന്നത്. പേരൻസ് കമ്പയർ ചിൽഡ്രൻ ടു നെയ്ബേഴ്സ്, അല്ലെ അയൽവാസി കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുന്നു. ടീച്ചേഴ്സ് ഏർജ് സ്റ്റുഡൻസ് ടു ഇമിറ്റേറ്റ് ടോപ്പേഴ്സ്, അല്ലെ ക്ലാസ്സിലെ ടോപ്പേഴ്സിനെ പോലെ ആവാൻ വേണ്ടി ഇമിറ്റേറ്റ് ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണ്, നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ആവേണ്ടത്, യു ഷുഡ് ബി യുണീക്ക്, നിങ്ങൾ യുണീക്ക് ആയിട്ടിരിക്കണം. അല്ലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കഴിവുകളുണ്ട്, നിങ്ങൾ ആ കഴിവുകളിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. യു ഷുഡ് ബി യുണീക്ക് ഓർ യു ആർ യുണീക്ക് എന്നുള്ള ആ ഒരു കോട്ടോടെയാണ് നമ്മുടെ ആ ഒരു സ്പീച്ച് അവസാനിപ്പിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ ലെസൺ കേട്ടോ. അതിനകത്തുള്ള എക്സാം പോയിന്റ്
ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എന്താ പറയുക, നമ്മുടെ തൊട്ട മുന്നത്തെ ആ സീകളുടെ ലെസണുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു ലെസൺ തന്നെയാണല്ലേ. നമുക്ക് നമ്മുടെ ഇന്നർ പൊട്ടൻഷ്യൽ നമ്മൾ തിരിച്ചറിയണം, വലിയ വലിയ ഡ്രീംസ് വേണം. ആൻഡ് ആ ഡ്രീംസിലേക്ക് പോകാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നമ്മളുടെ ഈ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഫയർ യൂസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകണം, നമ്മൾ മുന്നോട്ടേക്ക് പറക്കണം എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു ലെസണിലൂടെ APJ അബ്ദുൽ കലാം അല്ലെങ്കിൽ ഈ സ്പീച്ചിലൂടെ APJ അബ്ദുൽ കലാം നമ്മുടെ അടുത്തേക്ക് പറഞ്ഞു വെക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ലെസൺ. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ഇറ്റ്. ഇനി എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനി നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.